സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം. അതിന് ആദ്യം ചെറുപയർ മുളപ്പിച്ച് എടുക്കണം. മുളപ്പിക്കണം എന്നുണ്ടെങ്കിൽ 5-8 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിനുശേഷം വാരി കെട്ടിവെച്ചാൽ മുള വരും. നമുക്ക് നാളെയാണ് മുളപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇന്ന് തന്നെ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വൈകുന്നേരമാകുമ്പോഴാണ് കെട്ടിവെക്കേണ്ടത്. 2 ദിവസം കെട്ടിവെച്ചാൽ നല്ല വലിയ മുള വരും. വലിയ മുള വരണം എന്നില്ല, ചെറുതായി മുള വന്നാലും മതി. ഇത് ഒരു ദിവസം രാവിലെ മുഴുവനും വെള്ളത്തിലിട്ട് കുതിർത്തി രാത്രി കെട്ടിവെച്ച് പിറ്റേ ദിവസം എടുത്തു നോക്കിയ ചെറുപയറാണ് ഇത്. ഇത് ഒരു കുക്കറിലിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഇത് അധിക നേരം വേവിക്കരുത്, അതിൻ്റെ സ്വാദും കുറയും. കഴിയുന്നത് നിങ്ങൾ വെള്ളത്തിലിട്ട് വേവിക്കാതെ ആവി കയറ്റി എടുക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സാലഡ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വേവിക്കാതെയും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുക്കാം. ഇതൊന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവോള മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇതിലിട്ട എല്ലാ സാധനങ്ങളും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. ചെറുപയറിൽ തന്നെ ഒരുപാട് പ്രോട്ടീനും ക്യാരറ്റിൽ വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാളയും പച്ചയായി കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ഇഷ്ടമില്ലാത്തവർ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. തടി കുറയ്ക്കണം എന്നുള്ളവർക്ക് ഇത് നല്ലൊരു സാലഡാണ്, ഹെൽത്തിയും കൂടിയാണ്. ഇനി ഇതിലേക്ക്
1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാലഡ് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇത്. ഇത് ശരിക്കും ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ പുളിനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.